വെൽക്കം ടു ലൈസിയം ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റിലെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് അനിത നായരാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വെയിറ്റിംഗ് ഫോർ റെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴയെ വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ മഴയെ കാത്തിരിക്കുന്നത് മറ്റാരുമല്ല, ഇതിൻ്റെ റൈറ്റർ തന്നെയാണ്. അപ്പോൾ അവർ കേരളത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്, പക്ഷേങ്കിൽ അവർ താമസിക്കുന്നത് കേരളത്തിന് പുറത്താണ്. അപ്പോൾ അവർ ഒരു മൺസൂൺ കാലം കേരളത്തിലേക്ക് വരികയാണ് മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവർ ഫ്ലൈറ്റിൽ നിന്ന് ആണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അപ്പം കേരളത്തിലെത്തിയിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. The flight nosed into a cloud and we rocked with the turbulence outside. അപ്പോൾ അവർ ആ ഫ്ലൈറ്റിൽ അങ്ങനെ വരികയാണ് മേഘങ്ങൾക്കിടയിലൂടെ. ആൻഡ് വി റോക്ക്ഡ് വിത്ത് ടെർബുലൻസ്. ഇവിടെ റോക്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു ചെറിയൊരു കുലുക്കുണ്ടാവുന്നുണ്ട്. ദ ടെർബുലൻസ് മീൻസ് എന്താണ്? പ്രക്ഷുബ്ധത എന്നാണ് പറയുന്നത്. ഈ വിമാനത്തിന് പുറത്തൊരു കുലുക്കം ഉണ്ടാകുന്ന ഒരു ഫീൽ അവർക്ക് ചെയ്യുന്നുണ്ട്. എ പെക്യുലിയർ സൈലൻസ് ക്രെപ്റ്റ് എമംഗ് ദ പാസഞ്ചേഴ്സ്. അപ്പോൾ ഈ പാസഞ്ചേഴ്സിൻ്റെ ഇടയിൽ എന്താണ്? ഒരു പെക്യുലിയർ സൈലൻസ്. പെക്യുലിയർ എന്ന് വെച്ചാൽ വിചിത്രമായിട്ടുള്ള ഒരു നിശബ്ദത ഉണ്ടാവുകയാണ്. മോസ്റ്റ് ഓഫ് whom were young men seeking the green. The myriad hues of green pastures of Kerala, where it seems everything was in abundance but labor force and rain. പിന്നീട് എഴുത്തുകാരി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിൽ കൂടുതലും യുവാക്കളായിരുന്നു. അവരെന്താണ്? കേരളത്തിലേക്ക് പച്ച തേടി വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് ജോലിക്ക് വരുന്ന കുറേ യുവാക്കളാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അവർ പറയുന്നത് കേരളത്തിൽ എന്താണ്? ഈ ലേബർ ഫോഴ്സും മഴയെ ഒഴികെ ബാക്കി മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം മഴയുടെ ഒരു ലഭ്യതക്കുറവിനെ പറ്റിയും തൊഴിലെടുക്കാൻ ആളില്ലാത്തതിനെ പറ്റിയാണ് അവർ പറയുന്നത്. ദ പ്ലെയിൻ റോക്ക്ഡ് സം മോർ ആൻഡ് സംവെയർ ബിഹൈൻഡ് മീ എ ചൈൽഡ് വെയിൽ ഇൻ ഫ്രൈറ്റ്. അപ്പം അങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ റോക്ക്ഡ് കുലുങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ റൈറ്ററുടെ പിറകിലായിട്ട് ഒരു കുട്ടി എന്ത് ചെയ്യാണ്? പേടിച്ചിട്ട് കരയുന്നുണ്ട്. ആൻഡ് എൽഡർലി കപ്പിൾ അലോങ് സൈഡ് ഹു ഹാഡ് ബീൻ ചാറ്റിംഗ് ഇൻസെസൻ്റ്ലി വാസ് ഫൈനലി ക്വൈറ്റ്. അതുപോലെ തന്നെ അവരുടെ അടുത്ത് എന്തായിരുന്നു? ഒരു വൃദ്ധ ദമ്പതിമാരിങ്ങനെ ഇടതടവില്ലാതെ, ഇൻസെസൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതടവില്ലാതെ അവരെന്ത് ചെയ്തു? സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു? ഫൈനലി ക്വൈറ്റ്, അവർ അവസാനം നിശബ്ദരാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. I wondered what the young men from northern India, almost all of them in the uniform of the guest worker jeans t-shirt. അപ്പം ഈ വിമാനത്തിൽ കൂടുതലുണ്ടായിരുന്നത് യുവാക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടിട്ട് ഈ എഴുത്തുകാരിക്ക് അത്ഭുതം തോന്നുകയാണ്. കൂടാതെ അവരൊക്കെ ഒരേ തരം യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു ജീൻസും ടീഷർട്ടുമാണ് അവർ ധരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിൻചീറ്ററും സ്നീക്കേഴ്സും അവർ ധരിച്ചിട്ടുണ്ടായിരുന്നു. The memory of the horrific floods in 2018 is still as vivid as they are frightening. അതുപോലെ തന്നെ 2018 പ്രളയം അവരുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഓർമ്മകളിലാണോ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് ഇങ്ങനെ ഒരു ഭയം ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. All around me was fear and anxiety, which manifested as a rain in silence and a determined grip on the seat handles. അപ്പോൾ എൻ്റെ ചുറ്റിലുള്ള എല്ലാ ആൾക്കാരും ഞാനൊഴികെ നല്ല പേടിയോടെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ആ വിമാനത്തിൻ്റെ സീറ്റ് ഹാൻഡിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ഐ മസ്റ്റ് ഹാവ് ബീൻ ഓൺലി പാസഞ്ചർ ഓൺ ദ ഫ്ലൈറ്റ് ഹൂ വാസ് ഹാപ്പി വിത്ത് ദ ടർബുലൻസ്. അപ്പോൾ ആ വിമാനത്തിൻ്റെ ആ കുലുക്കത്തിനിടയിലും ആ യാത്രക്കാരിൽ ആകെ സന്തോഷവതിയായിട്ടിരിക്കുന്നത് ഞാൻ മാത്രമായിരുന്നു എന്ന് എഴുത്തുകാരി പറയുന്നുണ്ട്. സോ ടർബുലൻസ് മീൻസ് ജസ്റ്റ് വൺ തിങ്, വിൻഡ് കറൻസ് ആൻഡ് ഹെൻസ് ദ മൺസൂൺ. അപ്പോൾ ആ ഒരു ടർബുലൻസ് അല്ലെങ്കിൽ ആ പ്രക്ഷുബ്ധതയുടെ ആ കുലുക്കത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ആ മൺസൂണിൻ്റെ ഇതായിരിക്കുമെന്നാണ് കരുതുന്നത്. ആഫ്റ്റർ ഓൾ ഐ വാസ് ട്രാവലിംഗ് ടു കേരള ടു റിന്യൂ മൈ അക്വൈൻറ്റൻസ് വിത്ത് ദ മൺസൂൺ. അപ്പോൾ എഴുത്തുകാരി പറയാണ്, ഞാൻ എൻ്റെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളവുമായിട്ടുള്ള പരിചയം പുതുക്കുകയാണ്. അക്വൈൻറ്റൻസ് മീൻസ് പരിചയം പുതുക്കുക എന്നാണ്. അപ്പോൾ കേരളത്തിലേക്കും ഈ മൺസൂൺ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് എഴുത്തുകാരി പറയുന്നത്. For almost 6 weeks now, the southwest monsoon has been playing hide and seek.
പിന്നെ പറയുന്നത് ഏകദേശം ഒരു 6 ആഴ്ചയോളമായിട്ടുണ്ട് ഈ ഒരു മൺസൂൺ ഒളിച്ചു കളിക്കുകയെന്ന് പറയുന്നുണ്ട്. മൈ ഡെയിലി കോൾസ് ടു മൈ പാരൻസ് വുഡ് ബിഗിൻ വിത്ത് ദ ക്യൂറി ഈസ് ഇറ്റ് റെയിൻ ദ. അതുപോലെ തന്നെ എഴുത്തുകാർ എല്ലാ ദിവസവും അവർ കേരളത്തിലുള്ള പാരൻസിനെ വിളിക്കും, എന്നിട്ട് അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. ദിസ് വാസിൻ്റ് എ കോൺവെർസേഷൻ ഫില്ലർ ആസ് ഇറ്റ് ടെൻസ് ടു ബി വെൻ ടു പീപ്പിൾ ഹാവ് നത്തിങ് ടു സേ ടു ഈച്ച് അതർ. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇതൊരു കോൺവെർസേഷൻ ഫില്ലർ അല്ല. കോൺവെർസേഷൻ ഫില്ലർ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സംസാരം മുഴുമിപ്പിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് വെച്ചിട്ട് അന്വേഷിക്കുന്നതല്ല എന്നാണ് അവർ പറയുന്നത്. ഈ മഴയുടെ കാര്യം വെറുതെ അന്വേഷിക്കുകയല്ല എന്നാണ് പറയുന്നത്. അതൊരു ജെന്യൂൻ ആയിട്ടുള്ള അന്വേഷണമാണെന്ന് കൂടി പറയുന്നുണ്ട്. ഫോർ ദ ആൻസർ വുഡ് ഡിറ്റൈൻ മൈ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ലീക്കി റൂഫ്, സ്ലിപ്പറി പാത്ത്സ്, പവർ ഔട്ടേജസ്. അപ്പം ആ ഒരു ക്വസ്റ്റിന് ശേഷം അവർ വീണ്ടും ചോദിക്കും ഈ റൂഫുകളൊക്കെ, ഈ മേൽക്കൂരകളൊക്കെ ലീക്കായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ തെന്നുന്ന വഴികളെ പറ്റി ചോദിക്കും. അതുപോലെ കറണ്ട് കട്ടിനെ പറ്റി അന്വേഷിക്കും. ആൻഡ് ദ ഗ്രൗണ്ട് കവേർഡ് ദാറ്റ് വിത്ത് ദ റെയിൻ വുഡ് ടേക്ക് ഓവർ ദ ലാൻഡ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. On July 17th, which was the first day of Karkidakam month, and when sheets of rain ought to be falling as if the end of the world was drawing near, my mother said the sky had loomed a gunmetal grey, but all they had was a minor spell of reluctant rain, and now the sun was shining. അപ്പം ജൂലൈ 17 അതായത് കർക്കിടകം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം. അപ്പം ശക്തമായിട്ടുള്ള മഴയൊക്കെ പെയ്യേണ്ട സമയമാണ്. അപ്പം കർക്കിടകത്തിലെ മഴ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ലോകാവസാനം വരുന്നത് പോലെയുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ എഴുത്തുകാരുടെ അമ്മ പറയാണ് ആകാശമൊക്കെ എന്തായിട്ടുണ്ട്, ഗൺ മെറ്റൽ കളറിൽ ആയിട്ടുണ്ട്. ബട്ട് ഓൾ ദേ ഹാഡ് വാസ് എ മൈനർ സ്പെൽ ഓഫ് റിലക്റ്റന്റ് റെയിൻ. പക്ഷേ എന്ത് ചെയ്യില്ല, ഒരു നല്ലൊരു മഴ അവർക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ഇതിന് ഇടയിൽ എന്താണ്, സൂര്യപ്രകാശവും കടന്നു വരുന്നുണ്ടായിരുന്നു. വെർ ഹാസ് ദ റെയിൻ ഗോൺ? എന്നിട്ട് ചോദിക്കുകയാണ് മഴ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹാസ് ഇറ്റ് കം ടു യു? എൻ്റെ അടുത്താണോ എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. ബാംഗ്ലൂർ, ദ സിറ്റി വെർ ഐ ലിവ് വെൻ നോട്ട് ഇൻ മൈ വില്ലേജ് മുണ്ടക്കോട്ടുകുറിശി ഇൻ കേരള. അപ്പോൾ അവർ കേരളത്തിലെ മുണ്ടക്കോട്ടുകുറിശിയിലാണ് അവരുടെ സ്ഥലം, അവരുടെ വില്ലേജ്. അപ്പം അല്ലാത്ത സമയത്ത് അവർ ബാംഗ്ലൂരാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാംഗ്ലൂരിൽ നിലവിൽ വിൻഡി ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർ പറയുന്നു. ഫോർ ഓവർ എ വീക്ക് നൗ എ ബ്രൂട്ടൽ വിൻഡ് ഹാഡ് ബീൻ സ്വീപ്പിംഗ് ദ നോർത്തേൺ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി വിത്ത് എ മെനൈസിംഗ് റോൾ. ഒരാഴ്ചയോളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഒരു ശക്തമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. വിൻഡോ ഷട്ടേഴ്സ് ബാങ്ക്ഡ്, ഡോർസ് അൺലാച്ച്ഡ് ദംസെൽഫ്. അതുപോലെ വിൻഡോ ഷട്ടേഴ്സ് ഇങ്ങനെ ശക്തമായിട്ട് അടയുന്നുണ്ട്. അതുപോലെ ഡോറുകൾ ഇങ്ങനെ അടയുന്നുണ്ട്. അറൗണ്ട് മൈ ഹോം ട്രീസ് ക്രീക്ക്ഡ് ആൻഡ് ഗ്രൗണ്ട് വൈൽ ലീവ്സ് ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ്. അതുപോലെ അവരുടെ വീടിന് ചുറ്റുമുള്ള മരങ്ങൾ ഇങ്ങനെ ശക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നുണ്ട്. ഇലകളൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. ത്രൂ നൈറ്റ് ആൻഡ് ഡേ ദ വിൻഡ് ബ്ലൂ പുഷിങ് ദ മൺസൂൺ ക്ലൗഡ്സ് എവേ. പക്ഷേങ്കിൽ എന്താണ്, രാത്രിയായാലും പകലായാലും കാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ മൺസൂണിനെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ എ ടർബുലൻറ്റ് ഫ്ലൈറ്റ് ഇൻ കേരള ഇൻഡിക്കേറ്റഡ് പോസിബിൾ ട്രെയിൻസ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ആ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള വിമാനം, അവരിപ്പം വിമാനത്തിലാണല്ലോ ഇരിക്കുന്നത്, അപ്പം ആ ഒരു കലുഷിതമായിട്ടുള്ള ആ വിമാനത്തിൻ്റെ യാത്ര എന്താണ്, കേരളത്തിൽ മഴയുണ്ടാവുമെന്ന് അവർ കരുതുന്നുണ്ട്. എക്സെപ്റ്റ് ദാറ്റ് ആസ് വി ഡിസെൻഡഡ് ഇൻ ടു കൊച്ചി ഇറ്റ് സീംഡ് ടു ഹാവ് നോ റെയിൻ ഐദർ. പക്ഷേങ്കിൽ എന്താണ്, കൊച്ചിയിൽ നോക്കുമ്പോൾ എന്താണ്, മഴയുടെ ഒരു സാധ്യതയും കാണുന്നില്ലായിരുന്നു. The grey skies suggested the rain, but the blanched greenery said something else. അപ്പം പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ ചാരക്കളറുള്ള ആകാശം കാണുമ്പോൾ നമുക്ക് മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ എന്താണ്, ഈ ബ്ലാഞ്ച്ഡ് ഗ്രീനറി, ബ്ലാഞ്ച്ഡ് മീൻസ് വിളറിയ ആ ഒരു ഗ്രീനറി കാണുമ്പോൾ എന്താണ്, നമുക്ക് മറ്റെന്തോ തോന്നുകയാണെന്നാണ് പറയുന്നത്. എ ഡിഫിഡൻസ് ദാറ്റ് ലീവ്സ് വൺ ഫീലിംഗ് ബോത്ത് ഹെൽപ്ലെസ് ആൻഡ് പവർലെസ്. ഹൗ ഡു യു കോക്സ് എ മൺസൂൺ ടു ഡു വാട്ട് ഇറ്റ് ഔട്ട് ടു ബി ഡൂയിങ്? അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു മഴ ഒരു വൈരാഗ്യം പോലെ മാറി നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താണ്, എങ്ങനെയാണ്
ഈ മഴയെ പറഞ്ഞ് പ്രേരിപ്പിക്കുക. ഹൗ ഡു യു കോക്സ് എ മൺസൂൺ ടു ഡു വാട്ട് ഇറ്റ് ഔട്ട് ടു ബി ഡൂയിങ്? ഈ മഴ പെയ്യാൻ അല്ലെങ്കിൽ മഴ എങ്ങനെ പ്രേരിപ്പിക്കും എന്ന് ഇവർ പറയുന്നുണ്ട്. നോട്ട് എ ഡ്രോപ്പ് ട്രാവൽസ് വിത്ത് മീ ടു മൈ വില്ലേജ്. അപ്പം ഒരു തുള്ളി മഴ പോലും അവരുടെ ആ വില്ലേജിൽ വന്നിട്ടില്ലായിരുന്നു. വെൻ ഐ വാസ് ലാസ്റ്റ് ഹിയർ ഇൻ ജൂൺ ടു സെലിബ്രേറ്റ് ദ ഓൺസെറ്റ് ഓഫ് മൺസൂൺ വിച്ച് ഐ ഹാവ് ഡൺ ഫോർ മെനി ഇയേഴ്സ് നൗ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇവർ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് മൺസൂൺ ആസ്വദിക്കാൻ വരുന്നത്. വിച്ച് ഐ ഹാവ് ഡൺ ഫോർ മെനി ഇയേഴ്സ് നൗ ദ മൺസൂൺ ഹാഡ് ഫെയിൽഡ് ടു ബ്രേക്ക്. പക്ഷേ എന്താണ്, അവർക്ക് അത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റുന്നില്ല. എ ഫ്യൂ സമ്മർ സ്റ്റോംസ് ഹാഡ് എസ്കലേറ്റഡ് ദ ഹീറ്റ്. അപ്പോൾ ഈ ഒരു സമ്മർ സ്റ്റോം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചൂട് ഇങ്ങനെ കൂട്ടുന്നുണ്ട്. ആൻഡ് ദ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ദാറ്റ് ദ മൺസൂൺ വാസ് ലെർക്കിംഗ് ഇൻ ദ മാൽദീവ്സ്. അപ്പോൾ അവിടെ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അത് കാലാവസ്ഥ പ്രവചന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവർ പറയുന്നുണ്ട് മൺസൂൺ എന്താണ് മാൽദീവ്സ് എന്ന് പറഞ്ഞ രാജ്യമാണ്, അവിടെയാണ് ലെർക്ക് ചെയ്തിരിക്കുന്നത് വെച്ചാൽ പതിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ദ വില്ലേജേഴ്സ് ഹാഡ് സെറ്റ് ദാറ്റ് ദ സമ്മർ ഡ്രോട്ട് ഹാഡ് ബീൻ ഇൻറ്റൻസ്. അപ്പോൾ അവിടെയുള്ള ഗ്രാമവാസികൾ പറയുന്നുണ്ട് എന്ത്, സമ്മർ ഡ്രോട്ട് ഇൻറ്റൻസ് ആയിട്ടുണ്ട്. സമ്മർ ഡ്രോട്ട് മീൻസ് എന്താണ്, വരൾച്ച തീവ്രമായിട്ടുണ്ട് എന്ന്. ഇറ്റ് ഹാസ് ബീൻ ഓൾമോസ്റ്റ് 2 decades സിൻസ് വി സോ ദ വെൽ ആൻഡ് കനാൽസ് ഡ്രൈ അപ്പ്. അവർ പറയുന്നത് ഒരു 2 decades മുന്നേ, അതായത് 20 വർഷം മുന്നെയാണ് ഇത്തരമൊരു വരൾച്ച കണ്ടിട്ടുള്ളത് എന്നാണ്. നത്തിങ് ഈസ് ആസ് ഇറ്റ് വാസ്. ബിൽഡ് എ ഫ്യൂ മോർ കോൺക്രീറ്റ് മോൺസ്ട്രോസിറ്റീസ്, tile some more front yards and cut down more trees, and in a decade's time, if not earlier, you will be paying for water as I do in Bangalore. Rs 400 for a small tanker of water to supplement that trickle. അപ്പോൾ എഴുത്തുകാരി പിന്നെ പറയുന്നുണ്ട്, ഈ കോൺക്രീറ്റ് കാടുകൾ, അതുപോലെ ഈ മുറ്റത്ത് ഈ ടൈല് പതിക്കുന്നത്, അതുപോലെ മരങ്ങളിങ്ങനെ വെട്ടിമുറിക്കുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലും വൈകാതെ തന്നെ കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്നും അവർ ബാംഗ്ലൂരിൽ ചെയ്യുന്നത് പോലെ ഓരോ ടാങ്കിന് 400 രൂപ കൊടുത്തിട്ട് വെള്ളം വാങ്ങേണ്ടി വരുമെന്ന് അവർ പറയുന്നുണ്ട്. ആൻഡ് ഹിയർ വി ആർ എ വീക്ക് ഇൻ ടു കർക്കിടകം വെൻ ഫീൽഡ്സ് ആൻഡ് കനാൽസ് ഔട്ട് ടു ബി ഓവർഫ്ലോയിങ് ആൻഡ് ഡിച്ചസ് ഗർഗ്ലിംഗ് ലൈക്ക് സ്ട്രീംസ് ആൻഡ് ദ മൺസൂൺ സ്റ്റിൽ ഹാസ് ഇൻ പ്ലാന്റഡ് ഇറ്റ്സ് ഫീറ്റ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പം നമുക്കറിയാം, കർക്കിടകം വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഈ കനാലുകളും വയലുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകും. അപ്പം ഡിച്ചസ് ഗഗ്ലിംഗ് ലൈക്ക്, അപ്പം ചെറിയ കുഴികൾ പോലെ എന്ത് ചെയ്യും, അങ്ങനെ നിറഞ്ഞ് അരുവികൾ പോലെ ഇങ്ങനെ ഒഴുകുന്നതാണ്. പക്ഷേ എങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, നിലവിൽ മൺസൂൺ നിലം തൊട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു തുള്ളി മഴ പോലും നിലത്ത് വീണിട്ടില്ല എന്നിങ്ങനെ എഴുത്തുകാരി പറയുന്നുണ്ട്. അറ്റ് എ ഡെസ്ക് മൈ സ്പ്രൈറ്റ്ലി 85 years old uncle comes calling. അങ്ങനെ വൈകുന്നേരമായ സമയത്ത് ഈ എഴുത്തുകാരിയുടെ 85 വയസ്സുള്ള അങ്കിള് വിളിക്കുകയാണ്. Here is a man who straddles the past and present with the same ease he does his scooter. അപ്പോൾ അതിനുശേഷം ഈ അങ്കിള് ഒരു 78 വയസ്സുള്ള സമയത്ത് സ്കൂട്ടർ പഠിച്ച കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. He's seen how the monsoon can turn a village into penury and how its lack can cause the same. പിന്നീട് അവർ മൺസൂണിനെ പറ്റിയാണ് അവർ പറയുന്നത്, എങ്ങനെയാണ് ഈ ഒരു മൺസൂണിൻ്റെ അഭാവം ഒരു വില്ലേജിനെ എങ്ങനെ മാറ്റും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വി ടോക്ക് അബൌട്ട് ഹൗ ദ മൺസൂൺ വൺസ് വാസ്, അങ്ങനെ അല്ലെങ്കിൽ പണ്ട് കാലത്ത് എത്രത്തോളം മൺസൂൺ ഉണ്ടായിരുന്നു. ദ ഇൻസെസൻറ്റ് റെയിൻ വുഡ് മേക്ക് എവറിത്തിങ് ക്ലാമി ടു ദ ടച്ച്, അല്ലെങ്കിൽ നിർത്താതെ പെയ്യുന്ന മഴയെ പറ്റിയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ദ ഡാംപ് വുഡ് ബ്രീത്ത് എ മസ്റ്റിനെസ് ഓൺ ടു ക്ലോത്ത് ആൻഡ് ഗ്രീൻ, ടേണിങ് സ്റ്റോൺ എ മോസി ഗ്രീൻ. അപ്പം അവർ പറയുന്നത് എന്താണ്, നിർത്താതെ പെയ്യുന്ന മഴയും, അല്ലെങ്കിൽ ആ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഈ തുണികളിലൊക്കെ എന്ത് ചെയ്യും, വെറ്റഡായിട്ട് മാറുകയും ഈ കല്ലുകളൊക്കെ പച്ചയായിട്ട് മാറും എന്നതിനെ പറ്റിയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. To hear my uncle speaks of the rain is to realize how real and human the southwest monsoon is to him. അപ്പോൾ അങ്കിളിൻ്റെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ ഈ ഒരു മഴ എത്രത്തോളം റിയലാണ്, അല്ലെങ്കിൽ ഹ്യൂമൺ ആണ്, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ലൈക്ക് ദ മച്ച് വെയിറ്റഡ് വിസിറ്റ് ബൈ എ റിച്ച് റിലേറ്റീവ് ദാറ്റ് ടേൺസ് ഇൻ ടു എ ജോയ്ലെസ് ആൻറ്റി ക്ലൈമാക്സ്. പിന്നീട് പറയുന്നത്, ഒരുപാട് കാത്തു നിന്നിട്ട് പെയ്യാത്ത മഴ എവിടെ ഉപമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മൾ റിച്ച് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് വരികയാണ്. അപ്പം അദ്ദേഹം വരുന്നത് വരെ എന്താണ്, നല്ല സന്തോഷമാണ്. പക്ഷേ അവസാനം അദ്ദേഹം വന്നെത്തുമ്പോൾ എന്താണ്, അതൊരു ആൻറ്റി ക്ലൈമാക്സ് ആയിട്ട് മാറുകയാണ്, ഒരു സന്തോഷരഹിതമായിട്ട് മാറുകയാണ്.
ദ മൺസൂൺ ഹാസ് പ്രൂവ്ഡ് ടു ബി എ ഡിസപ്പോയിൻമെൻറ്റ്. ഈ ഒരു മൺസൂൺ എന്താണ്, ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്, ആകെ ഡിസപ്പോയിൻറ്റഡ് അല്ലെങ്കിൽ എന്താണ് ഒരു സന്തോഷമില്ലായ്മ ആക്കുന്നുണ്ട്. ഹി അക്യൂസ്ഡ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഓഫ് മിയർലി കാട്ടിക്കൂട്ടി പോവുക. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഈ ഒരു മൺസൂൺ എന്ന് വെച്ചാൽ എന്താണ്, കാട്ടിക്കൂട്ടി പോവുക എന്നുള്ളൊരു പോലെയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ശരിക്കും ഒരു മൺസൂൺ പ്രതീക്ഷിച്ചിട്ട് അവസാനം എന്താണ് ശരിക്കും പെയ്യാണ്ട് പോകുന്നൊരവസ്ഥയാണ്. ഓഫ് മേക്കിംഗ് എ പ്രൊഡക്ഷൻ വിത്ത് ഗ്രേ സ്കൈസ്, rumbling thunder and stillness in the air, and then not showing up. Evening turns into night. A lone firefly waves patterns of light. അപ്പോൾ എന്താണ്, ഇവിടെ തണ്ടറിങ്ങും ലൈറ്റ്നിങ്ങും ഒക്കെ ഉണ്ട്, പക്ഷേങ്കിൽ എന്ത് ചെയ്യുന്നില്ല, മഴ മാത്രം പെയ്യുന്നില്ല. ഐ വാച്ച് ദ നൈറ്റ് വെയിറ്റിംഗ് ഫോർ സം സൈൻ ഓഫ് ആൻ ഇംപെൻഡിങ് ഡൗൺ പോർ. അപ്പോൾ രാത്രിയായ സമയത്ത് എഴുത്തുകാരി എന്ത് ചെയ്യാണ്, മഴയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇംപെൻഡിങ് ഡൗൺ പോർ എന്ന് വെച്ചാൽ മഴ പെയ്യാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇവൻച്വലി ഐ ഗോട്ട് ടു ബെഡ്. എന്നിട്ട് എഴുത്തുകാരി ബെഡിലേക്ക് പോവാണ്. ഐ വെയിറ്റ് ടു ഡ്രമ്മിങ് ഓൺ മൈ ടൈൽ റൂഫ്. ഇറ്റ്സ് 2 AM ആൻഡ് ദ മൺസൂൺ ഹാസ് ഫൈനലി കം കോളിംഗ് ഓൺ മീ. അങ്ങനെ അവസാനം ഒരു ഏകദേശം പുലർച്ചെ 2 മണിയായ സമയത്ത് മഴ എന്ത് ചെയ്യാണ്, അവരെ വന്ന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ മഴ അവരെ തൊട്ടുണർത്തുക എന്ന് പറയുന്നുണ്ട്. ദ പ്രോഡിഗൽ സൺ ഹാസ് ഫൗണ്ട് ഹിസ് വേ ഹോം. ദ പ്രോഡിഗൽ സൺ എന്ന് വെച്ചാൽ ധൂർത്ത് പുത്രനാണ്. അപ്പം പൈസയൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു ധൂർത്ത് പുത്രനെ പോലെയാണ് മഴ വരുന്നതെന്നാണ് അവർ പറയുന്നത്. ഐ പുൾഡ് ദ ഷീറ്റ് ടു മൈ ചിൻ ആൻഡ് സ്നഗിൾഡ് ഡീപ്പർ ഇൻ ടു ബെഡ്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, അവരുടെ ഒരു പുതപ്പ് എന്ത് ചെയ്യാണ്, അവരുടെ താടിയിലേക്ക് വലിച്ച് കയറ്റിയിടുകയാണ്. ആൻഡ് സ്നഗിൾഡ് ഡീപ്പർ എന്ന് വെച്ചാൽ മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവരെങ്ങനെ എന്ത് ചെയ്യാണ്, ആ ബെഡിൽ ഇങ്ങനെ മൂടി പുതച്ച് മഴ ആസ്വദിക്കുകയാണ്. ഫോർ ദാറ്റ് ടു ഈസ് വൺ ഓഫ് ദ മെനി പ്ലഷർ ഓഫ് ദ മൺസൂൺ. അവർ പറയുന്നുണ്ട് മൺസൂൺ കാലത്തെ ഒരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ മൂടി പതിച്ച് കിടന്നുറങ്ങാനുള്ളത്. ഫോർ ദാറ്റ് ടു ഈസ് വൺ ഓഫ് ദ മെനി പ്ലഷർ ഓഫ് ദ മൺസൂൺ. വെൻ ഐ വേക്ക് അപ്പ് അറ്റ് ഡേ ബ്രേക്ക് ദ മ്യൂസിക് ഓഫ് ദ റെയിൻ ഈസ് സ്റ്റിൽ പ്ലേയിങ്. അവർ എണീക്കുന്ന സമയം എന്ത് ചെയ്യുന്നുണ്ട്, ആ മഴയുടെ സംഗീതം കേൾക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്ലെയിൻ ആൻഡ് ഗമക ലേഡൻ നോട്ട്സ്, ഹൈ ആൻഡ് ലോ ഡെസിബിൾസ്. അപ്പം ഇവിടെ ഗമക എന്ന് വെച്ചാൽ ഒരു തരം സ്വരമാണ്, മ്യൂസിക്കിലെ ഒരു സ്വരമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹൈ ആയിട്ടും ലോ ആയിട്ടും എറിയും കുറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, മഴയുടെ സംഗീതം കേൾക്കാമെന്ന് പറയുന്നുണ്ട്. ദ സ്റ്റേറ്റ്ലി പേസ് ഓഫ് ദ വിളംബകാലം, ദ സെൻറ്റർ ഓഫ് ദ മധ്യമകാലം, ദ ക്യുക്ക് ട്രോട്ട് ഓഫ് ദ ദ്രുതകാലം. അപ്പം ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്, ഓരോരുത്തരം രാഗങ്ങളും സ്വരങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മഴയുടെ സംഗീതവും എന്ന് പറയുന്നത്. ദ റെയിൻ ബെക്കൻസ് മീ ഇൻ ടു ഇറ്റ്സ് ആം. മഴ എന്ത് ചെയ്യാണ്, എന്നെ അതിൻ്റെ കൈകളിലേക്ക് എടുത്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അവസാനത്തെ പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ, ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ ആൻഡ് സിറ്റ് ഓൺ ദ സ്വിങ് സ്വീറ്റ് ഓൺ ദ വരാന്ത. അപ്പോൾ എഴുത്തുകാർ എന്താണ്, ഒരു ചായ ഉണ്ടാക്കി വരാന്തയിൽ ഊഞ്ഞാൽ സീറ്റിലിങ്ങനെ ഇരിക്കുകയാണ്. ഐ വാച്ച് ദ റെയിൻ ആസ് ഇഫ് ഇറ്റ് വേർ ആൻ എക്സോട്ടിക് മൈഗ്രേറ്ററി ബേർഡ്. അപ്പോൾ എന്തുപോലെയാണ്, ഒരു ദേശാടനക്കിളിയെ പോലെയാണ് എന്ത് ചെയ്യുന്നത്, അവരവിടെ ഇരുന്നിട്ട് മഴ ആസ്വദിക്കുന്നതെന്ന് പറയുന്നത്. Afraid to even sigh in pleasure, for I might frighten it away. അപ്പം അവർ ആ സന്തോഷത്തിലും എന്തോന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഭയപ്പെടുന്നുണ്ട്. വാട്ട് ടെയിൽസ് ടു ഡു ഈച്ച് ഡ്രെയിൻ ഡ്രോപ്പ് ഹോൾഡ്, വാട്ട് ലെസൺസ് വിൽ ഇറ്റ് ടീച്ച്, വാട്ട് ഗിഫ്റ്റ്സ് വിൽ ഇറ്റ് ഓഫർ. അപ്പോൾ അവസാനം അവർ ചോദിക്കുകയാണ്, ഓരോ മഴത്തുള്ളിയും എന്ത് കഥകളാണ് ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ എന്ത് പാഠങ്ങളാണ് അത് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സമ്മാനങ്ങളാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. The magic of the monsoon resonates in me as a sense of well-being. ഒരു പറയാണ്, ഈ മഴക്കാലത്തിൻ്റെ മാസ്മരികത അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക സുഖാനുഭൂതി, ഒരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. ഫോർ നൗ ദ വേൾഡ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ എന്താണ്, ഈ ലോകം ഒരു മനോഹരമായ സ്ഥലമാണെന്ന് കൂടി ഈ ഒരു എഴുത്തുകാരി പറഞ്ഞ് ഈ ഒരു ആർട്ടിക്കിൾ അവസാനിപ്പിക്കുകയാണ്.